ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതും വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുന്ന നല്ലൊരു സേമിയ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ കൂടി ഒന്നും മറക്കാതെ പ്രസ് ചെയ്തേക്കണം. എന്നാൽ ശരി, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ സേമിയ ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് 1 കപ്പ് അളവിൽ സേമിയ. അപ്പോൾ ഇതിൻ്റെ ഗ്രാം എത്രയാണെന്നുള്ളത് ഞാൻ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റിൽ കൊടുത്തിരിക്കാം. അപ്പോൾ ഇതുപോലെ ഈ ഒരു കപ്പിൽ അളവിലാണ് ഞാൻ സേമിയ എടുത്തിട്ടുള്ളത്. ഇതിന് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു അളവിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത് വറുക്കാത്ത സേമിയ ആയതിൻ്റെ പേരിലാണ് ഒരു 2-3 മിനിറ്റ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി വറുത്തെടുക്കുന്നത്. നല്ലതുപോലെ ഇതിൻ്റെ കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമൊന്നുമില്ല, നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. നമ്മുടെ സേമിയ എല്ലാം ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും ഇതുപോലെ അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ചെറുതായിട്ടത് വൈറ്റ് കളറിലും അതുപോലെ തന്നെ ചെറിയതായിട്ട് ഒരു ഗോൾഡൻ കളറിലേക്ക് ആയി തുടങ്ങും. അപ്പോഴത്തേക്കും പിന്നെ നമുക്കിത് എടുക്കാവുന്നേ ഉള്ളൂ. പിന്നീട് നമ്മളിതിട്ട് വീണ്ടും ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഇത്രയും ഒരു ബൗളിലേക്ക് മാറ്റിയാണ്. എല്ലാം ഒരു ബൗളിലേക്ക് മാറ്റി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതേ കടായിലേക്ക് തന്നെ കുറച്ച് എണ്ണ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഒരല്പം എണ്ണ ചേർക്കുകയാണ്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസ് വെളുത്തുള്ളി അല്ലിയിൽ ഒരു 3 വെളുത്തുള്ളി അല്ലി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. വെളുത്തുള്ളി അല്ലി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ട് നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. അതിൻ്റെ ആ പച്ചമണം മാറുന്നവരെ മാത്രം ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസിൽ ഒരു ചെറിയ സവാളയിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിൻ്റെ കൂടെ ചേർക്കാം. സവാളയ്ക്ക് ഒപ്പം തന്നെ അതുപോലെ നമുക്ക് വേണ്ടതാണ് കുറച്ച് ക്യാരറ്റും കൂടി. അപ്പോൾ അതും ചേർക്കുകയാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് കുറച്ച് പച്ചപ്പട്ടാണിയും കൂടി. ഈ പച്ചപ്പട്ടാണി എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാവണമെന്നില്ല, അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. ഇനിയിപ്പോൾ നമ്മുടെ കയ്യിൽ ഡ്രൈ ഗ്രീൻ പീസാണ് ഉള്ളതെങ്കിൽ അത് കുറച്ച് സമയം ഒന്ന് നമുക്കറിയാലോ, കുറച്ച് സമയം വെള്ളത്തിലിട്ടിരിക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് കുതിർന്നതിന് ശേഷം നമുക്കിതിലേക്ക് ഇടാവുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് പച്ചപ്പട്ടാണി അതിൻ്റെ പേരിൽ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടണം. ആ ഒരു രീതി വരെ മാത്രം നമ്മളൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ വേകുന്നത് വരെ അങ്ങനെ വഴറ്റേണ്ട ആവശ്യമില്ല. സവാള നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ആ ഒരു രീതി വരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. സേമിയ കൊണ്ട് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കുട്ടികൾക്ക് കൊടുത്തയക്കാനാണെന്നുണ്ടെങ്കിലും ഈ ഒരു രീതിയിൽ തയ്യാറാക്കി കൊടുക്കുമ്പോഴത്തേക്ക് അവർക്ക് നല്ല സൂപ്പറായിട്ട് ഇഷ്ടമാവും. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ല സൂപ്പറായിട്ട് ഇഷ്ടമാവുന്ന ഒന്നാണ്. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല രീതിയിലൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ബാക്കി മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാലയായിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 3/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി പൊടിച്ചതാണ്. നമ്മളിതിലേക്ക് പച്ചമുളക് ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടി ചേർത്തേക്കണം. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി. ഇതിപ്പോൾ അധികം എരിവുള്ള മുളക് പൊടിയല്ല, അതിൻ്റെ പേരിൽ 1/2 ടീസ്പൂൺ മതിയാവും. നല്ല എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടിയാണ്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. മസാലയുടെയൊക്കെ ഒരു മണം ഇങ്ങനെ വന്ന് തുടങ്ങും. അപ്പോഴത്തേക്കും അതിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ടാവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് തന്നെ നമ്മൾ നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയാവും. ഇതുപോലെ ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു വലിയ തക്കാളിയുടെ ഒരു പകുതി തക്കാളി ഞാനിപ്പോൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടിയാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടതാണ് ഒരല്പം ടൊമാറ്റോ സോസും കൂടി. ഇതിപ്പോൾ ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിലുണ്ടാവും. അതും ചേർക്കുകയാണ്.
ടൊമാറ്റോ സോസും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. ഫസ്റ്റിലേ നമ്മളിത് തക്കാളി ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ തക്കാളി എല്ലാം കൂടി വെന്ത് കുഴഞ്ഞു പോകും. അതിൻ്റെ പേരിലാണ് ഈ സമയത്ത് നമ്മളിതെല്ലാം ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ടൊമാറ്റോ സോസ് കൂടുന്നതിനനുസരിച്ചിട്ട് ചെറിയൊരു പുളിപ്പും അതുപോലെ തന്നെ ചെറിയൊരു സ്വീറ്റ്നെസ്സും കൂടുതലുണ്ടാവും. അപ്പോൾ ഇത് രണ്ടും ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി സോസ് ചേർത്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ നമ്മുടെ മസാല എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 1.5 കപ്പ് അളവിൽ വെള്ളം കൂടിയാണ്. നമ്മൾ നേരത്തെ 1 കപ്പ് അളവിലാണ് സേമിയ എടുത്തിട്ടുള്ളത്. അപ്പോൾ 1 കപ്പ് സേമിയയ്ക്ക് 1.5 കപ്പ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. അപ്പോൾ ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാവും. എന്നാൽ ശരി, നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വരട്ടെ. നമ്മളിപ്പോൾ വെച്ച് കൊടുത്ത വെള്ളം എല്ലാം നന്നായിട്ട് തിളച്ചിട്ട് വരികയാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് നമ്മുടെ സേമിയയും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ വറുത്തെടുത്ത സേമിയ ചേർക്കുകയാണ്. അപ്പോൾ പുറത്ത് നല്ല മഴയാണ്. അപ്പോൾ അതിൻ്റെ പേരിൽ ചെറിയൊരു മഴയുടെ സൗണ്ട് കൂടെ ഉണ്ടാവും. സേമിയ ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് കുഴഞ്ഞ് വരുമ്പോൾ തന്നെ ഒരു 30 സെക്കൻഡ് കൊണ്ട് ഈ ചൂടാകുമ്പോൾ തന്നെ നമുക്ക് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്ത് എടുക്കാൻ പറ്റും. ഫസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം, നമുക്കിതൊന്ന് നന്നായിട്ട് തിളക്കട്ടെ വീണ്ടും ഒന്നും കൂടി. അപ്പോൾ ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നിന്നും ഒരല്പം കൂടി കുറച്ച് വയ്ക്കണം. എന്നാലും ലോ ഫ്ലെയിം വരെ പോകേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഒരല്പം കൂടി കുറച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഈ കംപ്ലീറ്റ് വെള്ളം പെട്ടെന്ന് തന്നെ ഒന്ന് വറ്റി കിട്ടും. അപ്പോൾ ഈ വെള്ളം ഒന്ന് വറ്റി കിട്ടുന്ന അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ സേമിയ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും. പ്രത്യേകിച്ച് നമ്മളിത് വറുത്തെടുത്തതിൻ്റെ പേരിൽ നല്ലതുപോലെ പെട്ടെന്ന് വെന്ത് കിട്ടിക്കോളും. എന്നാൽ ശരി, ഇത് നന്നായിട്ടിരുന്ന് തിളച്ചിട്ട് നല്ലതുപോലെ വെന്ത് കിട്ടട്ടെ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് അടച്ച് വെക്കാം. ഞാനിപ്പോൾ ഇത് അടച്ച് വയ്ക്കുന്നില്ല. വെള്ളം നന്നായിട്ടൊന്ന് വറ്റുന്നതിനനുസരിച്ചിട്ട് നമ്മളിത് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ചെറിയ രീതിയിലൊന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും. ഇതിപ്പോൾ ഏകദേശം ഒരു മിനിറ്റ് ആയില്ല. അതിന് മുന്നേ തന്നെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി 1 മിനിറ്റും കൂടി ആകുമ്പോഴത്തേക്കും ഇത് നല്ലതുപോലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ടാവും. ഏകദേശം 1 മിനിറ്റും കൂടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സേമിയയൊക്കെ നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാവും. ഇതുപോലെ കംപ്ലീറ്റ് വെള്ളവും വറ്റിയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മളിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ ഇതെന്ത് മാത്രം ടേസ്റ്റ് ആയിട്ടുള്ളൊരു സേമിയ മസാല ആയിരിക്കും എന്ന്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മല്ലിയിലേക്ക് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരല്പം മല്ലിയിലയും കൂടി ഇതിന് പുറത്തേക്ക് ഇട്ട് കൊടുക്കാം. എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഞാൻ ഈ സേമിയ മസാല കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിന് മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ഇതിന് മുകളിലേക്ക് കുറച്ച് പഞ്ചസാരയൊക്കെ ഒന്ന് വെതറിയിട്ടാണ് കഴിക്കുന്നത്. അതൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് സ്പൈസിയും അതുപോലെ തന്നെ കുറച്ച് സ്വീറ്റൊക്കെ ആയിട്ടായിരിക്കും കിട്ടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് കഴിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ചെറിയ സ്പൈസോടെ തന്നെ നമുക്ക് കഴിക്കാവുന്നേ ഉള്ളൂ. ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുന്നവരൊക്കെ മറക്കാതെ എനിക്ക് ഫീഡ്ബാക്ക് ഒന്ന് അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി തോന്നുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്.